ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കി നോക്കാം. ഇത് വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഒരു മിക്സഡ് ഫ്രൂട്ട്സും കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതുപോലെ വലിയൊരു പേരക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ സീഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കണേ. ഇതുപോലെ തന്നെ ചെറിയ പീസുകളായിട്ട്. ഇനി ഒരു ആപ്പിൾ ആവാം അല്ലേ? അതും നമുക്ക് സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഹോട്ട് സ്വീറ്റ് ആൻഡ് സോർ പിക്കിളാണ്, അതായത് അച്ചാർ. അപ്പോൾ നമുക്കൊരു പുളിയുള്ളതും കൂടി വേണ്ടേ? ഇതാ അവൻ ആ പച്ചമാങ്ങ എന്നെ നോക്കി ഇതാ കൈ പൊക്കുകയാണ്, അവനെ കൂടി എടുക്കാൻ. അപ്പോൾ ഏതായാലും നമുക്ക് അവനെയും കൂടി നമുക്ക് വരെ കൂട്ടത്തിലേക്ക് എടുക്കാം. നിങ്ങൾക്ക് പച്ചമാങ്ങ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്താലും മതി. പിന്നെ അഥവാ നിങ്ങൾക്ക് ഗ്രേപ്സ് ഉണ്ടെങ്കിൽ ഗ്രേപ്സ് ചേർക്കാം, പേർ ചേർക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർക്കാൻ പറ്റും. ആ ടേസ്റ്റ് കൂടെ ഉള്ളൂ. ഇനി അരിഞ്ഞിട്ട് ഈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അച്ചാറിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 2 ടീസ്പൂൺ പൊടിച്ച കടുക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വടിച്ച് കായത്തിൻ്റെ പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 5 ടീസ്പൂൺ മുളക് പൊടി അതും കൂടി ചേർത്തു. ഇതുപോലെ മസാലകളൊക്കെ നന്നായി ഇളക്കി ചേർത്ത ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം. എന്നിട്ടൊന്ന് അടുക്കി അമർത്തി വെക്കുക. ഇത്രയും ജോലിയേ ഈ അച്ചാറിനുള്ളൂ. എളുപ്പം തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് നമ്മൾ നല്ല കഴുകി ഉണക്കിയ ജാറിലോ കുപ്പി ഭരണിയിലോ ഫില്ല് ചെയ്യാം. ഈ അച്ചാർ കൂടുതൽ ദിവസം വെക്കണം എന്നുള്ളവർക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഫ്രൂട്ട്സിന് മധുരം അധികം ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്താൽ രുചി ഒന്നുകൂടെ കൂടും. തിളപ്പിച്ചാറിയ വെള്ളം ഒന്നുകിൽ അതിനോടൊപ്പം ചേർത്ത് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ഇതെല്ലാം ഫില്ല് ചെയ്ത ശേഷം ഇതിൽ കുറച്ച് മസാലകൾ ബാക്കി ഉണ്ടാവുമല്ലോ, അതിലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഈ അച്ചാറിൽ ഒട്ടും തന്നെ ഓയിൽ ചേർക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. നിങ്ങൾക്ക് ഇപ്പം നമ്മൾ
എന്താണ് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഇത്തിരി നെയ്യ് ഒഴിച്ച് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ചോറൊക്കെ കുഴച്ച ശേഷം ഇത് ഇത്തിരി അച്ചാറും ഒരു പപ്പടം ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. നമുക്കൊരു ചെമ്പ് ചോറ് തന്നെ കഴിക്കാൻ പറ്റും. ഈ വെറൈറ്റി കടു മിക്സഡ് ഫ്രൂട്ട് അച്ചാർ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.